നമ്മുടെ സ്കിൻ നല്ല തിളക്കത്തോടെയും സോഫ്റ്റായിട്ടിരിക്കാനും നല്ല യൂത്തായിട്ടിരിക്കാനായിട്ട് എന്ത് പ്രോഡക്റ്റ് കിട്ടിയാലും വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. സാലിസിലിക് ആസിഡ് മുതൽ റെറ്റിനോൾ വരെ അതിലുൾപ്പെടും. എന്നാൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ മാത്രമേ നമ്മൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാമുള്ളൂ. അതുപോലെ തന്നെ ഒന്നിച്ച് ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാം. സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മളിൽ പലരും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഫേസ് ആസിഡ്സ്. ക്ലെൻസർ മുതൽ ടോണർ വരെയുള്ള നിരവധി ആസിഡ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഈയിടെയായിട്ട് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ കാണാറുണ്ട്. ശരിയായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുന്ന ഫേസ് ആസിഡ്സ് നമ്മുടെ സ്കിന്നിനെ തിളക്കമുള്ളതും വൃത്തിയുള്ളതും ആക്കുമെന്നതാണ് വാസ്തവം. റെഗുലറായിട്ട് ഒരു നിശ്ചിത അളവിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള ഗുണങ്ങളായിരിക്കും ഇതൊക്കെ നൽകുന്നത്. അത്തരം ആസിഡുകളിൽ ഒന്നാണ് AHA BHA. AHA BHA പോലുള്ള ആസിഡുകൾക്ക് എക്സ്ഫോളിയേറ്റിംഗ് ഇഫക്റ്റുകൾ ഉണ്ടെന്നതാണ് വാസ്തവം. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഉപരിതല പാളിയിൽ പ്രവർത്തിച്ച് ഏതുതരം സ്കിന്നാണ് നമ്മൾക്കുള്ളതെങ്കിലും അതിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാനായിട്ട് സഹായിക്കും. അതേസമയം BHAകൾ കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറുകയും നമ്മുടെ സ്കിന്നിലെ സെൽസ് നീക്കം ചെയ്യുകയും അടഞ്ഞ സുഷിരങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സുമുള്ള മുഖക്കുരു ഉണ്ടാകുന്ന സ്കിന്നിനാണെങ്കിലും ഇതേറെ നല്ലതാണ്. AHAകൾക്കും BHAകൾക്കും പുറമെ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറെ പേര് കേട്ടതാണ് ഹൈലറോണിക് ആസിഡ്. ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്തുകയും നമ്മുടെ തൊലി നല്ല കട്ടിയുള്ളതാക്കുകയും ഭംഗിയുള്ളതാക്കുകയും ചെയ്യും. ഇനി അടുത്തത് സാലിസിലിക് ആസിഡാണ്. നമുക്ക് മിക്കവർക്കും പരിചയമുള്ള ഒന്നുകൂടിയാണിത്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിലും നമുക്ക് ഇതിനെ കാണാം. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, എക്സ്ഫോളിയേറ്റീവ് പ്രോപ്പർട്ടി അടങ്ങിയതാണ് സാലിസിലിക് ആസിഡ്. എണ്ണമയമുള്ളതും മുഖക്കുരു സാധ്യതയുള്ളതുമായിട്ടുള്ള ആളുകൾക്ക് സാലിസിലിക് ആസിഡുകൾ വളരെ ഉത്തമമാണ്. അടഞ്ഞ സുഷിരങ്ങളും ബ്ലാക്ക് ഹെഡ്സും ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഉപരിതലത്തിലെ സുഷിരങ്ങളിൽ എണ്ണ അടിഞ്ഞുകൂടുന്നതും ബാക്ടീരിയകൾ വളരുന്നതും കുറയ്ക്കുകയും ചെയ്യും. ഇനി അടുത്തത് ഗ്ലൈക്കോളിക് ആസിഡാണ്. വളരെ മൃദുവായ ചർമ്മം ഇതിൻ്റെ ഉപയോഗം വഴി നമുക്ക് ലഭിക്കും. ആഴ്ചയിൽ 2-3 തവണ നമുക്ക് ഇത് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താം. അടുത്തത് ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് മറ്റൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. ഇത് ഗ്ലൈക്കോളിക്കിനെക്കാട്ടിൽ സോഫ്റ്റാണ്. ഇത് പാലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ തന്നെ മികച്ച മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഇതിലടങ്ങിയിട്ടുണ്ട്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. അടുത്തത് റെറ്റിനോളാണ്. വിറ്റമിൻ എയുടെ മറ്റൊരു രൂപമായിട്ടുള്ള റെറ്റിനോൾ നമ്മുടെ സ്കിന്നിൽ പ്രായമാകുന്നതിനോടനുബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലേക്ക് ഏൽക്കുന്നത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുഖത്തുണ്ടാകുന്ന നേർത്ത വരകൾ, മുഖക്കുരു തുടങ്ങിയവ ഭേദമാക്കാനായിട്ട് ഏറെ നല്ലതാണ് റെറ്റിനോൾ. റെറ്റിനോൾ നമ്മുടെ സ്കിന്നിൽ കൊളാജനും അതുപോലെ തന്നെ ഇലാസ്റ്റിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഇളം നിറം നൽകും. എക്സിമ ബാധിച്ച സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഉപയോഗം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് സിട്രിക് ആസിഡാണ്. ഹൈഡ്രോക്സി ആസിഡ് കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് സിട്രിക് ആസിഡ്. സിട്രസ് പഴങ്ങളിൽ നിന്നാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ നോർമലാക്കി നിർത്താനും അൾട്രാവയലറ്റ് റേസ് മൂലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കിനെ മാറ്റാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ പരിഹരിക്കാനും ഒക്കെ ഈ സിട്രിക് ആസിഡ് നമ്മളെ സഹായിക്കും. മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും സിട്രിക് ആസിഡിൽ അടങ്ങിയിട്ടുണ്ട്. കറുത്ത പാടുകൾ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാന്, പിഗ്മെൻറ്റേഷൻ എന്നിവ കുറയ്ക്കാനായിട്ടും ഇതിൻ്റെ എക്സ്ഫോളിയേറ്റീവ് പ്രോപ്പർട്ടിക്ക് സാധിക്കും. മുഖക്കുരുവിനെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് സിട്രിക് ആസിഡ്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ആസിഡ്സും നമ്മുടെ സ്കിന്നിന് ഏറെ നല്ലതാണ്. പക്ഷേ അവയൊക്കെ ഒരുമിച്ച് യോജിപ്പിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് നെഗറ്റീവ് എഫക്ട്സ് ആയിരിക്കും തരുന്നത്. നമ്മുടെ മുഖത്ത് പ്രയോഗിക്കുമ്പോൾ ഒരിക്കലും ഇതൊന്നും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാലിസിലിക് ആസിഡിന് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ തന്നെ സാലിസിലിക് ആസിഡിനൊപ്പം മറ്റേതെങ്കിലും ഫേസ് ആസിഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യും. അതുപോലെ തന്നെ അസ്കോർബിക് ആസിഡിനൊപ്പം ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ചേർത്താലും നമ്മുടെ സ്കിന്നിൽ വിറ്റമിൻ സിയുടെ ഫലപ്രാപ്തി കുറയാനായിട്ട് അത് കാരണമാകും. ഇനി AHAയുമായിട്ട് റെറ്റിനോൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം. AHAയും റെറ്റിനോളും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അത് ഒരുപാട് ഡ്രൈ ആക്കുകയും നമ്മുടെ സ്കിന്നിൽ ഒരു പൊള്ളുന്ന ഒരു സെൻസേഷൻ ഉണ്ടാക്കാനായിട്ട് അത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞ എല്ലാ ഫേസ് ആസിഡ്സും നമ്മുടെ സ്കിന്നിന് ഏറെ ഗുണം ചെയ്യുന്നവ തന്നെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ അത് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം തേടുക കൂടി ചെയ്യണം.